ഹായ് ഹലോ. ഇന്ന് വൈകുന്നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തെ വിചാരിച്ചൊരു ചെറിയൊരു കുട്ടി വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അജാജാൻ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്കൊന്ന് പുറത്തോട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് അടിപൊളി മഴയായിരുന്നു. റോഡൊക്കെ നല്ല കുതിർന്ന് കിടക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പരുമല സൈഡിലോട്ടാണേ. ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ നെരണം പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെരണം പള്ളിയുടെ ഫ്രണ്ടിൽ വരുമ്പോൾ മാതാവെന്ന് വിളിക്കാതെ പോകാത്തായിട്ട് ആരും ഉണ്ടാകത്തില്ല. അങ്ങനെ മഴയൊന്നും വക വയ്ക്കാതെ ഞങ്ങൾ പരുമലയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു മെഡിസിൻ തപ്പി വന്നതാണ്. അപ്പോൾ അത് നോക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് പരുമല പാലം കേട്ടോ. ഇതിപ്പം അലങ്കരിച്ച് തോരണമൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് നാളെ, അതായത് ഞായറാഴ്ച 26-ാം തീയതി ഞായറാഴ്ച നമുക്ക് പരുമല പള്ളി പെരുന്നാളിൻ്റെ കൊടിയേറ്റാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് പരുമല ദേശം മൊത്തം അലങ്കരിച്ചിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 26-ാം തീയതി കൊടി കയറി കഴിഞ്ഞാൽ നമുക്ക് നവംബർ 2, 3 ഇത്തവണ പെരുന്നാൾ വരുന്നത്. അപ്പോൾ അതുവരെ ഇവിടെ കംപ്ലീറ്റ്ലി ഓണായിരിക്കും. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നല്ല രസമാണ് പരുമല ദേശം. ഇപ്പോൾ തന്നെ നമുക്ക് കടകളും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നാളെയാണ് അപ്പം കൊടിയേറ്റ് വരുന്നത്. നമ്മൾ തപ്പി വന്ന മെഡിസിൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ മൊത്തം അരിച്ച് പറക്കിയതിന് ശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ നേരം ഇങ്ങനെ നടന്നതുകൊണ്ടായിരിക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ തന്നെ വണ്ടി എടുത്ത് നിയർ ബൈ ഒരു ഷോപ്പ് കണ്ടുപിടിച്ച് അവിടെ കയറി ഓർഡറൊക്കെ പ്ലേസ് ചെയ്ത് അവിടെ ഇരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 2 ബബിൾ ടീ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കോഫി ബബിൾ ടീയും ചാച്ചാൻ പറഞ്ഞത് പിസ്താഷ്യോ ബബിൾ ടീയും ആയിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബബിൾ ടീ ആയിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ലതായിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹോൾ വീറ്റ് പ്ലേറ്റ് ഷവർമയും അതുപോലെ തന്നെ ഹണി ചില്ലി അൽഫാമും ആയിരുന്നേ. ഫുഡ് രണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നിട്ടുണ്ടായിരുന്നു. നമുക്കിനി വിദഗ്ധരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പ് വരുന്നത് കോയിക്കൽ ജംഗ്ഷനിലാണ് കേട്ടോ. ഷോപ്പിൻ്റെ പേര് മോമോ ടീ എന്നാണ്. അപ്പോൾ ശരി.